സരസ്വതിയമ്മയെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ. ആരാണ് ഈ സരസ്വതിയമ്മ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. എന്താണ് ആ ചോദ്യത്തിന് പിന്നിൽ? നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം BJPയുടെ തിരുവനന്തപുരത്തെ വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള R. സുഗതനെ കാപ്പ നിയമപ്രകാരം പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇയാൾ 5 വധശ്രമ കേസിലടക്കം 11 കേസിലെ പ്രതിയാണ്. ഇയാൾ കൗൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തന്നെ ഗുണ്ടാ നിയമം അനുസരിച്ച് ഇയാളെ പോലീസ് ആ നിയമം ചുമത്തിയ ഘട്ടത്തിലായിരുന്നു. അങ്ങനെ ഓരോ ആഴ്ചയിലും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുക തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് അയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ആ ജാമ്യം ലംഘിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയിലും സുഗതൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ടി വന്നു. 2 പോലീസ് സ്റ്റേഷനിലായിട്ടാണ് സുഗതന്റെ പേരിലുള്ള കേസുകളെല്ലാം. ഏറ്റവും കൂടുതൽ കേസുകൾ വട്ടിയൂർക്കാവിലാണ്. ബാക്കി ഒരു കേസ് മാത്രമാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനുള്ളത്. അതുകൊണ്ട് ഈ 2 പോലീസ് സ്റ്റേഷനിലായിട്ട് ഇയാൾക്കെതിരെ 11 കേസുണ്ട്. ഇയാളെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനിടെ ശ്രദ്ധിക്കണം, ഇയാൾ ഒളിവിലായിരുന്നു. ഇയാൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്നും 2 മാസം വിട്ടുനിൽക്കുകയായിരുന്നു. അങ്ങനെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ പ്രതി രഹസ്യമായി വീട്ടിലുണ്ട് എന്ന് പോലീസ് അറിഞ്ഞു. അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. കളക്ടർ കാപ്പ നിയമം ചുമത്തി. അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. അതുകൊണ്ട് പോലീസിന് നിയമം അനുസരിച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെ വട്ടിയൂർക്കാവ് CI AC വിപിനും SI B അഭിജിത്തും അടങ്ങുന്ന പോലീസ് സംഘം ഇയാളുടെ വീട് വളഞ്ഞ് ഈ R. സുഗതനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞതോടുകൂടി ഇയാൾ വീടിന്റെ മതിൽ ചാടി കടന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്നാലെ എത്തി പിടികൂടിയതോടുകൂടി BJP RSS പ്രവർത്തകർ പോലീസിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്ത് വന്നു. അങ്ങനെ സുഗതനെ ഒരു കാരണവശാലും പോലീസിന് വിട്ടു നൽകില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു ജനക്കൂട്ടം അവിടെ രൂപപ്പെട്ടു. പോലീസിന് ഗത്യന്തരമില്ലാതെ ഒരു റൗണ്ട് വെടി വെക്കേണ്ടി വന്നു. മുകളിലേക്ക് ആകാശത്തേക്ക് ഒരു റൗണ്ട് വെടി വെച്ചിട്ടാണ് ഈ ആൾക്കാരെ പിരിച്ചുവിടുന്നത്. അതായത് BJP RSS പ്രവർത്തകരെ പിരിച്ചുവിട്ടുകൊണ്ട് ഈ R. സുഗതനെ വളരെ സാഹസികമായി പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. ഈ ഒരു നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ച് വഴി തടഞ്ഞുകൊണ്ടുള്ള മാർച്ചായിരുന്നു. 100 കണക്കിന് ആൾക്കാരാണ് കുടുങ്ങിപ്പോയത്. നമ്മളെല്ലാം സാധാരണ മലയാളികളാണ്. നമ്മൾക്കറിയാവുന്നതാണ് കേരളത്തിലെ ഇത്തരം മുഖ്യധാര പാർട്ടികളുടെ സമരങ്ങൾ. നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഈ പറയുന്ന രാഷ്ട്രീയ ക്രിമിനലുകൾ വഴിയടച്ചുകൊണ്ട് എത്രയോ തവണയാണ് നമ്മളെ തടഞ്ഞ് റോഡിലിട്ടത്. മണിക്കൂറുകളോളം നമ്മളെ തടഞ്ഞ് റോഡിലിടുന്ന സ്ഥിരം പരിപാടി ഈ രാഷ്ട്രീയക്കാർക്കുണ്ട്. ഇവിടെ BJP-കാരനാണ് ഇവിടെ പ്രതിയെങ്കിൽ അങ്ങനെ കോൺഗ്രസ്സുകാരനും CPM-കാരനും സന്തോഷിക്കാൻ വരട്ടെ. നിങ്ങളും തുല്യ പ്രതികളാണ് ഇത്തരത്തിൽ സമരങ്ങൾ നടത്തുന്നതിൽ. മനുഷ്യനെ റോഡിൽ കൂടി നടക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ, സഞ്ചരിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ബസ്സുകൾ തടഞ്ഞിടുക, സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞിടുക, അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം റോഡ് ഉപരോധിക്കുന്ന നടപടി, തൊട്ടതിനും പിടിക്കുന്നതിനുമെല്ലാം ബന്ദ് നടത്തുന്ന നടപടി. നേരത്തെ ബന്ദായിരുന്നു. ബന്ദ് കോടതി നിരോധിച്ചപ്പോൾ അതാ വരുന്നു ഹർത്താൽ എന്ന പേര് മാറ്റിയിട്ടുള്ള ബന്ദ്. അടുത്തതായി നമ്മൾ ദളിത് ഐക്യവേദിയുടെ ഹർത്താൽ കണ്ടതാണ്. അങ്ങനെ ഹർത്താലും സമരങ്ങളും കാരണം ഒരു ശരാശരി കേരളീയന് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളും അരാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ചേർന്ന് നടത്തുന്ന ഈ കൊച്ചു കേരളത്തിലെ സമരങ്ങൾ കൊണ്ട് നമ്മൾ പൊറുതി മുട്ടിരിക്കുകയാണ്. ഇവരെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ചോദ്യം ചെയ്താൽ ഉടൻ തന്നെ വരും ഇവരുടെ ആക്രമണം. അതുകൊണ്ട് സാധാരണ പൗരന്മാരായ നമ്മൾ ഇതെല്ലാം സഹിച്ച് കഴിയുകയാണ്. ഇവരുടെ നടപടികളെല്ലാം സഹിച്ച് കഴിയുകയാണ്. പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നേതാക്കൾ 4-5 അണികളെയും കൂട്ടി വന്ന് റോഡ് ഉപരോധിക്കുക, പോലീസിനെ വെല്ലുവിളിക്കുക, ഇതൊക്കെ നമ്മൾ എത്രയോ നാളായിട്ട് കണ്ടതാണ്. അത്തരത്തിലുള്ള സമരമാണ് ഇന്നലെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നടന്നത്. കരമന അജിത്ത് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ അങ്ങനെ ഉത്സാഹത്തോടുകൂടി കത്തിക്കയറുകയാണ്. ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അങ്ങനെ അടിച്ചു കയറിയ സമയത്താണ്
അതാ വരുന്നു സരസ്വതിയമ്മ. സരസ്വതിയമ്മ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, അവർ ഓട്ടോറിക്ഷയെ സഞ്ചരിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, ഇവിടം വരെ വരാൻ കഴിയുകയുള്ളൂ, അവിടെ സമരം നടക്കുന്നു, അതുകൊണ്ട് അമ്മയും കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓട്ടോറിക്ഷക്കാരൻ സരസ്വതിയമ്മയെ ഇറക്കി വിട്ടു. വൃദ്ധയായ സ്ത്രീ അവർ വന്നിട്ട് ഈ പറയുന്ന കരമന അജിത്ത് പ്രസംഗം കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അജിത്തിന്റെ കയ്യിൽ പിടിച്ച് പ്രസംഗം നിർത്താൻ അവസാനിപ്പിക്കാൻ സരസ്വതിയമ്മ ആവശ്യപ്പെട്ടു. കരമന അജിത്തിന് മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓർക്കപ്പുറത്തുള്ള അറ്റാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. BJPയുടെ ഒരു സമുന്നതനായിട്ടുള്ള തിരുവനന്തപുരത്തെ നേതാവാണ് കരമന അജിത്ത്. സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാനാണ് അജിത്ത് നഗരസഭയുടെ. ഈ സരസ്വതിയമ്മ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ്. കേരളത്തിലെ നിശബ്ദമായി ഇത്തരം സമര ആഭാസങ്ങൾ നമ്മുടെ ജീവിതം വഴിമുട്ടുമ്പോൾ എങ്ങനെ ആരോട് പ്രതികരിക്കണം, ആരോട് പോയി പരാതിപ്പെടണം, എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി റോഡിൽ മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്ന ഓരോ മലയാളിയുടെയും പ്രതിനിധിയാണ് സരസ്വതിയമ്മ. തിരുവനന്തപുരത്ത് പല സ്റ്റേഷനുകളുമുണ്ട്. ആ സ്റ്റേഷനുകൾ നിരവധി സ്റ്റേഷനുകൾ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ സരസ്വതിയമ്മ ആരെയൊക്കെയാണ് ഇന്നലെ ചോദ്യം ചെയ്തത്? BJPക്കാരെ മാത്രമല്ല ചോദ്യം ചെയ്തത്, മറിച്ച് പോലീസുകാരെ ചോദ്യം ചെയ്തു. രണ്ടാമതായി മീഡിയക്കാരെ ചോദിച്ചു. നീയൊക്കെ ഏതാണ്? നീയൊക്കെ എന്ത് ചെയ്യുകയാണ്? നിന്റെ പേരെന്താണ്? നിന്നെ ഒരു കണ്ട ഒരു നത്തോലിയെ പോലെയുള്ള നീ ഈ മൈക്കും പിടിച്ചെന്ന് എന്തിനാണ് എന്നോട് പറയാൻ നടക്കുന്നത്? എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം മേടിച്ചു തരൂ. എത്രയോ പേരാണ്, വയസ്സായ ആളുകൾ കുരുങ്ങിക്കിടക്കുന്നു, വീട്ടുജോലിക്ക് പോകുന്നവർ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് തുടങ്ങിയ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇന്നലെ സരസ്വതിയമ്മ ഈ ഒരു BJPയുടെ ഈ പ്രതിഷേധ സമരത്തിനിടെ ഉന്നയിച്ചത്. ശരിയല്ലേ? സരസ്വതിയമ്മ ചോദിച്ചത് ശരിയല്ലേ? സരസ്വതിയമ്മ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയല്ലേ? ബുദ്ധിമുട്ടില്ല, ഇപ്പം ബുദ്ധിമുട്ടല്ല. ഞാൻ ഒരു ആട്ടോയിൽ വന്ന് ഇറങ്ങി നടന്നു പോകാൻ പറഞ്ഞു. അല്ല തിന്നാൻ മാറ്റി വരും വേഗം. ഇയാളുടെ പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നമൊന്നുമില്ല. ഇവിടെ പോലീസില്ല. തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് കണ്ണൂരിന് ഇവിടെ ഡ്യൂട്ടിക്ക് വന്നു. കരമന അജിത്തിന്റെ പ്രസംഗം നിർത്തിയ ശേഷം മുന്നോട്ട് നീങ്ങിയ സരസ്വതിയമ്മയെ മറ്റൊരു BJP നേതാവ് വന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സരസ്വതിയമ്മ വഴങ്ങിയില്ല. നീ ഏതാണ് എന്നുള്ള ചോദ്യം കൊണ്ട് അയാളെയും ഉത്തരം മുട്ടിപ്പിച്ചു. അങ്ങനെ സരസ്വതിയമ്മ പോലീസുകാരെ അടക്കം ചോദ്യം ചെയ്തു, മാധ്യമ പ്രവർത്തകരെ അടക്കം ചോദ്യം ചെയ്തു. ഇത്തരം ആഭാസങ്ങൾക്ക് ഇവരെല്ലാം കൂട്ടുനിൽക്കുകയാണ്. അതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ മനസാക്ഷിയായി സരസ്വതിയമ്മ ഇതാ നിൽക്കുന്നു. ഇത്രയും പ്രായമായ ഒരു സ്ത്രീയാണ് ഇന്നലെ നമ്മുടെ മനസാക്ഷിയുടെ പ്രതീകമായി തിരുവനന്തപുരത്ത് മാറിയത് എന്നോർക്കണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ സമര ആഭാസങ്ങളിൽപ്പെട്ട് എത്രയോ തവണ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്ന അനുഭവങ്ങൾ ഉണ്ടാകില്ലേ? ഉണ്ട്. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇത്രയും നാളിനകം ഇത്തരം രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെ ഭാഗമായി വഴി നടക്കാൻ പോലും കഴിയാതെ കേരളത്തിൽ മണിക്കൂറുകളോളം കെട്ടിക്കിടന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന ഇത്തരം രാഷ്ട്രീയക്കാരൻ്റെ അടുക്കൽ ഈ സരസ്വതിയമ്മയെ പോലുള്ള ആൾക്കാരാണ് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും സരസ്വതിയമ്മയായി മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വഴി തടഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ട ഞങ്ങളുടെ അന്നം മുട്ടിക്കുന്നത്? ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്നത് എന്തിനാണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാപ്പ കേസിലെ പ്രതിക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ ഈ BJPക്കാരൻ നടത്തിയ സമരാഭാസം. 5 വധശ്രമം, 11 ക്രിമിനൽ കേസുകൾ, ഒളിവിൽ കഴിയുന്ന ഒരു പ്രതിയെ ആകാശത്തേക്ക് വെടിവെച്ച് പിടിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഒരു കൂട്ടം. അതിനെതിരെ ജനങ്ങളെ ബന്ദികളാക്കുകയാണ് ഒരു കൂട്ടം. അവരെ ചങ്കുറപ്പോടെ വന്ന് നേരിട്ട്
2 3 സെക്കൻഡിനകം അവരെ പിരിച്ചുവിട്ടു. സരസ്വതി അമ്മയുടെ ഇടപെടലോടുകൂടി കരമന അജിത്ത് വളരെ ദീർഘമായി പ്രസംഗിക്കാൻ ഒരുങ്ങി വന്ന ആളാണെന്ന് തോന്നുന്നു. ആ പ്രസംഗം കേട്ടാൽ അറിയാം. ഉടൻ തന്നെ മൈക്ക് ചുരുട്ടിക്കൂട്ടി പ്രസംഗം അവസാനിപ്പിച്ചു. തൊട്ട് അടുത്ത് നന്ദി പ്രമേയത്തിന് വേണ്ടിയിട്ടും ഒരു മാഡം നിപ്പുണ്ടായിരുന്നു. മാഡവും ഈ പറഞ്ഞതുപോലെ മണിക്കൂറുകൾ കത്തിക്കയറാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ സരസ്വതി അമ്മ കാരണം ഒരു വരിയിൽ നന്ദി അവസാനിപ്പിച്ചു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിശാലമായി പ്രസംഗിക്കാൻ ഒരുപക്ഷെ ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുന്ന ആ മാഡം പോലും ഇന്നലെ ഈ സരസ്വതി അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി. ഇത്തരം സരസ്വതി അമ്മയെ നമ്മളെ തടഞ്ഞു നിർത്തുന്ന സമരത്തിനെതിരായി ബോധപൂർവം നമുക്ക് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നലെ യാദർച്ഛികമായിട്ടാണ് സരസ്വതി അമ്മ ഇവിടെ വന്നതെങ്കിൽ നമ്മളെ വഴിമുട്ടിക്കുന്ന സമരത്തിന് എതിരായി നമുക്ക് സരസ്വതി അമ്മയെ കൊണ്ട് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അവർ 1 2 സെക്കൻഡിനകം ഈ രാഷ്ട്രീയ മേലാളന്മാരെ പിരിച്ചുവിടും. അവന്റെ കയ്യിൽ കയറി പിടിക്കും. അവനോട് നീ ആരാണെന്ന് ചോദിക്കും. നീ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ ധൈര്യമുള്ള പൗരബോധമുള്ള ഒരു പ്രായമായ സ്ത്രീയാണ് സരസ്വതി അമ്മ. ഇത്തരം സരസ്വതി അമ്മമാരെയാണ് നമുക്ക് വേണ്ടത്. 10-20 ചാനലുകാരുടെ ക്യാമറയുടെ മുന്നിലായതുകൊണ്ടായിരിക്കണം ആ സ്ത്രീയെ ഇന്നലെ അവർ ആക്രമിക്കാതെ വിട്ടത്. ഇത് കേട്ട് CPM-കാരും കോൺഗ്രസ്സുകാരും പുളകിതരാകേണ്ടതില്ല. നിങ്ങളും ഇതേ ലൈൻ തന്നെയാണ് എടുക്കുന്നത്. CPM-ന്റെ എത്രയോ ആഭാസ സമരങ്ങൾ കണ്ടതാണ് നമ്മളെ എത്രയോ തവണ ഇവർ വഴിമുടക്കിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസ്സുകാരുടെ എത്രയോ ആഭാസ സമരം നമ്മൾ കണ്ടതാണ്. നമ്മളെ ഇവരെല്ലാവരും തന്നെ വഴിയിടുന്നു. അവിടെ കൊടിയുടെ നിറം ഒരു വിഷയമേ അല്ല. എല്ലാവരും തുല്യരാണ്. നമ്മൾ പൗരന്മാരെ ബന്ദികളാക്കാൻ ഇവർ മത്സരിക്കുകയാണ്. അവിടെയാണ് സരസ്വതി അമ്മയുടെ പ്രസക്തി. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.